ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ടീസ്റ്റ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം? ഉത്തരം സിയാച്ചിൻ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ആനമുടി. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേരെന്ത്? ഉത്തരം സാങ്പോ. സർദാർ സരോവർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഉത്തരം നർമ്മദ. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ? ഉത്തരം തമിഴ്നാട്, കേരളം, കർണാടക. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്കു നിർമ്മാണശാല ഏത്? ഉത്തരം റൂർക്കേല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല? ഉത്തരം ബൊക്കാറോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം? ഉത്തരം 1949 നവംബർ 26. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ഉത്തരം മുതിരപ്പുഴ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവവിസ്ഫോടന പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന രഹസ്യനാമം? ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം പാർലമെൻറ്റിന്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി? ഉത്തരം ആവാസ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ? ഉത്തരം സമഗ്ര. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്? ഉത്തരം 2020 ജൂലൈ 20. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിയുടെ കരയിലാണ്? ഉത്തരം സിന്ധു. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഉത്തരം കൊടൈക്കനാൽ. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം 1815. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നതെന്ന്? ഉത്തരം 1993 ഒക്ടോബർ 12. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ഉത്തരം അലോക് റവാത്ത്. വില്ലുവണ്ടി സമരം നടന്ന വർഷം? ഉത്തരം 1893. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.